ഈ ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ ശ്രദ്ധ പണത്തിലായിരുന്നത് പോയി, അത് പോയി, ഇപ്പോൾ നേരെ സ്വർഗത്തിലേക്കായി. നീയാണ് കർത്താവ് രക്ഷകൻ, നീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പണം കൂടി വന്നാലും നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുന്നില്ല. നിങ്ങൾ ആഡംബരത്തിനോ ദൂരത്തിനോ പോകുന്നില്ല. പണം കൂടുമ്പോൾ നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുന്നു, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നു, കർത്താവിനായിട്ട് വയ്ക്കുന്നു, കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കുന്നു. ദൂർത്തും ആഡംബരവും അല്ല, കർത്താവ് നീയാണ് പ്രധാനം, സ്വർഗമാണ് പ്രധാനമെന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾ ബോൾഡ് ആവുന്നു. ഉറച്ച വിശ്വാസം. മനസ്സിലാകുന്നോ? അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പണം തരാൻ കർത്താവിന് മടിയില്ല. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത് കർത്താവിന് ഒരു ഇഷ്ടവുമില്ല. മഹാസമ്പന്നനായിരുന്നു അബ്രഹാം, മഹാധനവാനായിരുന്നു. ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തത്തില്ല ദൈവം. പക്ഷെ നമ്മളാണ് കാരണം. നമ്മുടെ ശ്രദ്ധയാണ് കുഴപ്പം, നമ്മുടെ മോഹമാണ് കുഴപ്പം, നമ്മുടെ ആക്രാന്തമാണ് കുഴപ്പം. കർത്താവ് സമൃദ്ധമായി തരുന്നു. പക്ഷെ നമ്മൾ എന്നാണോ ഈ സഹനത്തിനകത്തുന്നത്, അന്ന് ഓരോ അനുഗ്രഹങ്ങൾ കർത്താവ് എടുത്തു വെച്ച് ഓരോന്നിനകത്തും മർമ്മങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാര്യമില്ല. പ്രിയ നമ്മളെ ഉറപ്പിലെത്തും. പ്രതീക്ഷ ദൈവമാണ്.